അതെന്താണ് എന്താണ് മാസ്റ്ററിന് എന്താണ് അതിൻ്റെ അകത്ത് മണവാളിനോടായിട്ട് പറയാനുള്ളത്? മണവാളിനോട് അവൻ നന്നായി ട്രെയിൻ ചെയ്യട്ടെ. നമ്മള് ഒരു ഫൈറ്റേഴ്സും നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ആരും നിരുത്സാഹപ്പെടുത്തുന്നില്ല അല്ലേ? കാരണം കഴിഞ്ഞ വർഷം ഇതേ മണവാളൻ തന്നെ ഫൈറ്റിന് ഇറങ്ങി തോറ്റിട്ടുള്ളതാണ്. അതെ അതെ അതെ, നമ്മൾ കണ്ടിരുന്നല്ലോ. എന്താ എന്താ വിഷ്ണു നാരായണനോ അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തിയായിട്ടായിരുന്നു അല്ലേ? ഇവിടെ കായംകുളത്തുള്ള ഒരു ക്ലബിലെ പയ്യനായിട്ടാണ്. ഓക്കെ 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 ഓക്കെ. തോറ്റപ്പോ അവനെ തോറ്റ ട്രോളുകളും ജയിച്ചപ്പോ അവനെ ജയിച്ച ട്രോളുകളായിട്ട് പലവരും അവനെ വേട്ടമാക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അവൻ വേറൊരു അത്ലറ്റാണ്. നമുക്ക് യൂട്യൂബിലോ അങ്ങനെ സംഭവം ഒന്നല്ല. നമ്മള് ആര് നന്നായി കളിക്കുന്നോ അവര് നാഷണൽസ് പോകും. കഴിഞ്ഞ കൊല്ലം ചെങ്കീസ് തന്നെ ഹെവി വെയിറ്റ് ചാമ്പ്യൻ ആയിരുന്നു. പക്ഷെ പോകാൻ പറ്റില്ല. അവനെ എന്തോ ബൈക്കുമെന്ന് വേണം ഇഞ്ചുറി ആയിട്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെയും കുറെ അവസരങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോ നാഷണൽ സ്റ്റേറ്റ് ഗോൾഡ് അടിച്ചെങ്കിലും ചിലപ്പോ പെർഫോമൻസ് ബാഡായിട്ട് ചിലപ്പോ ഗോൾഡിനും സിൽവറിനും നമ്മൾ നാഷണൽസ് കൊണ്ടുപോകും. അല്ല, അതുപോലെ തന്നെ മാസ്റ്റർ മറ്റൊരു ഡൗട്ടേ, അതായത് അതും മലയാളികളുടെ പൊതുവെ ഒരു ഡൗട്ടാണ്. ഇപ്പം സ്പാർട്ടൻസ് ക്ലബ്ബ് തന്നെ ഒരു MMA ഫൈറ്റ് ഇതുപോലെ തന്നെ അറേഞ്ച് ചെയ്യുന്നു. എനിക്ക് ആഗ്രഹമുണ്ട് എന്താ ഫൈറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഇത്തരത്തിൽ ഒരു പാഷനേറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാളാണെന്ന് കൂട്ടിക്കോ. ഞാൻ ഇപ്പോൾ സംസാരിക്കുന്നത് ഞാൻ ഷെബിൻ എന്ന് പറയുന്ന ആൾ. എൻ്റെ സെയിം വെയിറ്റ് കാറ്റഗറിയിലുള്ള ഒരാളെ ഞാൻ തന്നെ അറേഞ്ച് ചെയ്ത് ഞങ്ങളൊരു ഫൈറ്റ്, ഞങ്ങൾക്ക് ഡ്രാമ കളിച്ച് എനിക്ക് അങ്ങനെ ജയിക്കുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കിയാൽ അത് തിരിച്ചറിയപ്പെടുമോ? അതായത് അമേച്ചർ ചാമ്പ്യൻഷിപ്പ് ആണ് നിങ്ങൾ കളിക്കുന്നെങ്കിൽ അത് സ്പാർട്ടൻസിൽ ഹോസ്റ്റ് ചെയ്തു ഉണ്ടാവുള്ളൂ. സ്പാർട്ടൻസിൽ ഹോസ്റ്റ് ചെയ്തു, അതായത് വെന്യൂ നമ്മൾ കൊടുക്കുന്നു. അതിൽ നിങ്ങൾ നോർമൽ ആയിട്ട് നിങ്ങൾ തന്നെ ഒപ്പോണന്റിനെ നിങ്ങളുടെ തന്നെ വെയിറ്റിൽ കൊണ്ടുവരാന്ന് കരുതാ. നമ്മൾ അറിയാതെ അവിടെ 150 പരം കൂടുതൽ അത്ലറ്റ്സ് വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പൊ നമുക്കറിയില്ല മണവാളിന് ആരാണ് സുബ്രഹ്മണ്യൻ ആരാണ്, നമുക്കൊന്നും അറിയില്ല. നമ്മൾ പ്രോപ്പറായിട്ട് മെഡിക്കൽ നോക്കും, ആധാർ കാർഡിന്റെ കോപ്പി നോക്കും, നമ്മുടെ ബേസിക് എക്സാമിനേഷൻ വേഗം നോക്കും, നമ്മൾ ഡ്രോസ് ചെയ്യും, പിക്ചേഴ്സ് ഇടും. അപ്പൊ നിങ്ങളുടെ കാറ്റഗറിയിൽ ഇപ്പൊ 4 ആളുണ്ടെങ്കിൽ ആ 4 ആൾക്ക് അമേച്ചറിൽ കളിക്കാം. പിന്നെ ഞങ്ങൾ പ്രൊഫഷണൽ ഇവന്റ്സ് നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇത്രം പ്രോ റെക്കോർഡ് അല്ലെങ്കിൽ ഇത്രം ഫൈറ്റ് റെക്കോർഡ് ഉള്ളവർക്ക് മാത്രമേ ഞങ്ങളുടെ ഇവന്റ്സിൽ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. നമ്മുടെ ഇതിനു മുമ്പുള്ള പ്രീവിയസ് നമ്മുടെ യൂട്യൂബ് ചാനൽ നമ്മൾ നടത്തിയ പ്രോ ഫൈറ്റ്സിന്റെ അല്ല, അപ്പൊ മണവാളിന് അത്രയും ഫൈറ്റ് ഉണ്ടായിരുന്നു ഇതിനു മുമ്പ്? ആകെ ഒരെണ്ണം കണ്ടല്ലേ അവർ ചെയ്തിട്ടുള്ളൂ? ഇത് പ്രോ ഫൈറ്റ് അല്ലല്ലോ, ഇത് അമേച്ചർ ഫൈറ്റ് അല്ലേ? ഓക്കെ 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 ഓക്കെ. പ്രോ ഫൈറ്റിൽ ഗ്ലൗസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇത്ര ഡെൻസിറ്റി ഗ്ലൗസ് അല്ല, കുറച്ചുകൂടി ചെറിയ ഗ്ലൗസ് ആയിരിക്കും. ഓക്കെ 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 ഓക്കെ. ഷിൻ പാഡ് ഉണ്ടാവില്ല. നമ്മുടെ അതിന്റെ എല്ലാ ഫൈറ്റ്സ് നമ്മുടെ യൂട്യൂബിലുണ്ട്. പഴയ ഫൈറ്റ്സിന്റെ ഫുൾ വീഡിയോ, അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടണ ഫുൾ വീഡിയോ. എത്ര ടൈം ഉണ്ടോ അത് അങ്ങനെ തന്നെയുള്ള കറക്റ്റ് വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ. അപ്പൊ ഈ സുബ്രഹ്മണ്യം എന്ന് പറയുന്ന വ്യക്തിയെ ഇതെങ്ങനെ ഈ സെലക്ഷൻ പ്രോസസ് എങ്ങനെയാണ്? അതായത് മണവാളൻ വേഴ്സസ് ഈ സുബ്രഹ്മണ്യം എന്നെങ്ങനെയാണ് അത് വരുന്നത്? രണ്ടാളും സെയിം വെയിറ്റ് കാറ്റഗറി ആയിരുന്നു. അപ്പൊ ആ വെയിറ്റ് കാറ്റഗറി ഉള്ള രണ്ടുപേരെ ഉള്ളായിരുന്നോ മത്സരിക്കാൻ? ആ വെയിറ്റ് കാറ്റഗറിയിൽ 2-3 പേരുണ്ടായിരുന്നു, 2 പേരുണ്ടായിരുന്നുള്ളൂ. നിങ്ങളെ ചോദ്യം ചെയ്യുന്ന പോലെ തോന്നരുത്. ഇത് നമ്മള് ജനങ്ങളിലേക്ക് അത് കൃത്യമായിട്ട് അതിന്റെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി മാത്രം ചോദിക്കുന്നതാണ് കേട്ടോ. യാതൊരു പ്രശ്നമില്ല, അതാണ് നമ്മൾ ഓപ്പണായിട്ട് സംസാരിക്കുന്നത്. ഓക്കെ ഓക്കെ. അപ്പം ഞാൻ ചോദിക്കുന്ന മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നെങ്കിൽ, ഇപ്പോൾ മൂന്നാമതൊരു ഈ വെയിറ്റ് കാറ്റഗറി തന്നെ മൂന്നാമതുള്ള ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാ അപ്പം ഫൈറ്റിന്റെ രീതി എങ്ങനെയാണ് പോകുന്നത്? 3 ആളുണ്ടെങ്കിൽ ഒരാള് ഡയറക്റ്റ് ഫൈനലായിരിക്കും ഡ്രോ ചെയ്യുമ്പോൾ. അപ്പൊ അതില് ടോസ് ഇട്ട് ഫസ്റ്റ് 2 ആള് ചിലപ്പോ ഫൈറ്റ് ചെയ്യേണ്ടി വരും. ചിലപ്പോ മണവാളിനായിരിക്കണം സെമി ഫൈനൽ അടിക്കേണ്ടത്, അല്ലെങ്കിൽ സുബ്രഹ്മണ്യം വേഴ്സസ് ആ ഒരു ഫൈറ്റർ ആയിരിക്കും. ഇപ്പൊ നിലവിൽ ഇപ്പൊ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ വെയിറ്റ് കാറ്റഗറി രണ്ട് പേര്, അതായത് ആ വെയിറ്റിൽ ശരിക്കും 18 തൊട്ട് 21 വരെ ഒരു കാറ്റഗറിയും 21 തൊട്ട് 35 വരെ 35-37 വരെ ഒരു കാറ്റഗറിയാണ്. അപ്പം ഇവർക്ക് 2 ആൾക്കും 30 above ആയത് ഓൾമോസ്റ്റ്. ബോളാണ്. അപ്പൊ അങ്ങനെ സ്പ്ലിറ്റ് വന്നപ്പോ ഈ കാറ്റഗറിയിൽ 2 ആളുണ്ടായിരുന്നു. 2 പേരെ വന്നുള്ളൂ.